പാർലമെന്റ് ആക്രമണം നടന്ന് ദിവസങ്ങൾ പിന്നിടുകയാണ്. ഇതിനിടെ ആക്രമണം നടത്തിയ 6 പേരെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പ്രതികളിൽ നിന്ന് ലഭിക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ അന്വേഷണ സംഘം. ആക്രമണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന വിമർശനവുമായി പ്രതിപക്ഷം അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസങ്ങളിൽ രംഗത്ത് വന്നിരുന്നു. എന്നാൽ ദിവസങ്ങൾക്കിപ്പുറം പാർലമെന്റ് ആക്രമണത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റിൽ കഴിഞ്ഞ ആഴ്ചയുണ്ടായ സുരക്ഷാ വീഴ്ച അതീവ ഗൗരവമുള്ളതാണെന്നായിരുന്നു പ്രധാനമന്ത്രി പ്രതികരിച്ചത്. ഇക്കാര്യത്തിൽ വാദപ്രതിവാദത്തിന്റെ ആവശ്യമില്ലെന്നും വിശദമായ അന്വേഷണം ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഈ സംഭവത്തിന്റെ ഗൗരവം കുറച്ചു കാണാൻ കഴിയില്ല. ലോക്സഭാ സ്പീക്കർ ആവശ്യമായ നടപടികളെല്ലാം സ്വീകരിച്ചു വരുന്നുണ്ട്. അന്വേഷണ ഏജൻസികൾ സംഭവം അന്വേഷിക്കുകയാണ്. ആരൊക്കെയാണ് ഇതിന് പിന്നിലെന്നും അവരുടെ ലക്ഷ്യം എന്തായിരുന്നുവെന്നും കണ്ടെത്തേണ്ടത് സുപ്രധാനമാണ്. അന്വേഷണത്തിന് 2 സമിതികൾ രൂപീകരിച്ചിട്ടുണ്ട്. വിശദമായ അന്വേഷണത്തിലൂടെ കാര്യങ്ങൾ വ്യക്തമാകും. സംഭവത്തിന് പിന്നിലെ ഗൂഢാലോചന പുറത്തു വരുമെന്ന് തങ്ങൾക്ക് ഉറപ്പുണ്ടെന്നും മോദി കൂട്ടിച്ചേർത്തു. പാർലമെന്റിലെ സുരക്ഷാ വീഴ്ചയുടെ പേരിൽ പ്രതിപക്ഷം കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ വിമർശനമാണ് ഉന്നയിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇക്കാര്യത്തിൽ പ്രസ്താവന നടത്തണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ലോക്സഭയ്ക്കുള്ളിലെ സുരക്ഷാ പ്രശ്നം ലോക്സഭാ സെക്രട്ടേറിയറ്റിന്റെ പരിധിയിൽപ്പെടുന്നതാണെന്നും കേന്ദ്രത്തെ ഇടപെടാൻ അനുവദിക്കില്ലെന്നും സ്പീക്കർ ഓം ബിർളയും വ്യക്തമാക്കിയിരുന്നു. ദിവസങ്ങൾക്ക് മുൻപായിരുന്നു പാർലമെന്റിന്റെ അകത്തും പുറത്തും ആക്രമണോദ്ദേശത്തോടുകൂടി ഒരു സംഘം എത്തുന്നതും തുടർന്ന് അവരെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്യുന്നതും. പിന്നീട് നടന്ന തെളിവെടുപ്പിൽ പാർലമെന്റിലെ ആക്രമണ സംഭവങ്ങൾ അരങ്ങേറുന്നതിനിടെ ദേഹത്ത് സ്വയം തീ കൊളുത്താൻ പ്രതികൾ പദ്ധതിയിട്ടിരുന്നതായതടക്കമുള്ള തെളിവുകൾ പോലീസിന് ലഭിച്ചിരുന്നു. തീ കൊളുത്തുമ്പോൾ ശരീരത്തിൽ പൊള്ളലേൽക്കാതിരിക്കാൻ പുരട്ടുന്ന ക്രീം കിട്ടാതെ വന്നപ്പോഴാണ് പദ്ധതി ഉപേക്ഷിച്ചതെന്നും പോലീസ് പറഞ്ഞു. പാർലമെന്റിനകത്തും പുറത്തും സ്വയം തീ കൊളുത്തുക എന്നതായിരുന്നു പ്രതികളുടെ ആദ്യ പദ്ധതി. പദ്ധതി നടക്കില്ലെന്ന് മനസ്സിലായതോടെയാണ് പ്ലാൻ ബി അനുസരിച്ച് സ്പ്രേ അടിക്കുന്ന രീതിയിലേക്ക് പദ്ധതി മാറ്റിയത്. സാഗർ ശർമ്മ, ഡി മനോരഞ്ജൻ എന്നിവർ കഴിഞ്ഞ ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് ലോക്സഭയുടെ ശൂന്യവേളയിൽ ചേംബറിൽ ചാടിയിറങ്ങി ആക്രമണം നടത്തിയത്. സാഗർ സന്ദർശക ഗാലറിയിൽ നിന്ന് ലോക്സഭാ ചേംബറിനുള്ളിലേക്ക് ചാടി മഞ്ഞ നിറമുള്ള പുക സ്പ്രേ ചെയ്യുകയായിരുന്നു. ഇയാൾക്കൊപ്പമുണ്ടായിരുന്ന മനോരഞ്ജൻ ഈ സമയം സന്ദർശക ഗാലറിയിൽ തന്നെ തുടരുകയും കൈവശമുണ്ടായിരുന്ന പുകയുടെ ക്യാൻ തുറക്കുകയും ചെയ്തു. അമോൽ, നീലം ദേവി എന്നിവരെ പാർലമെന്റിന് പുറത്ത് മുദ്രാവാക്യം വിളിക്കുന്നതിനിടെയാണ് പോലീസ് പിടികൂടുന്നത്. പിന്നീട് വ്യാഴാഴ്ച രാത്രി 11ഓടെ ഡൽഹിയിലെ കർത്തവ്യപഥ് പോലീസ് സ്റ്റേഷനിലെത്തിയാണ് ലളിത കീഴടങ്ങുന്നത്. കഴിഞ്ഞ ദിവസം സംഘത്തിലെ മറ്റൊരു പ്രതിയെയും ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു.